അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കെയർ ആൻഡ് സ്റ്റോറേജ്. നമ്മളിത് കുറച്ച് വാഷ് കെയർ സിമ്പിൾസ് ഒക്കെ പഠിച്ചു അല്ലേ, കെയർ സിമ്പിൾസ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് കെയർ ആൻഡ് സ്റ്റോറേജ്. നമ്മൾ ഫാബ്രിക് എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫാബ്രിക് കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഒരു മീനിങ് എന്താ? ഫാബ്രിക് കെയർ, നമ്മളിപ്പം നമ്മുടെ ഉപയോഗിക്കുന്നൊരു ഫാബ്രിക്, അതെന്തിനാണോ എന്ത് പർപ്പസാണോ നമ്മളത് കൊണ്ട് ചെയ്യുന്നത്, അതിൻ്റെ എൻഡ് യൂസ്, അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക് കെയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് നമ്മൾ നന്നായിട്ടൊക്കെ കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗാർമെൻറ്റ് അല്ലെങ്കിൽ ആ ഫാബ്രിക് കേടാവും. നമ്മൾ വേണ്ട പോലെ അതിനെ കറക്റ്റായിട്ട് ഇപ്പോൾ സ്റ്റെയിൻ പറ്റി അതും റിമൂവ് ചെയ്യണം. അതിന് എന്തെങ്കിലും ചിലപ്പം ചില ഡാണിങ് ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മളതിൽ ഡാണിങ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെയർ കൊടുത്തില്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ എൻഡ് യൂസിന്, അതായത് അതിൻ്റെ ലൈഫ് ലോങ് വരെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക്കിന് നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പം ഇതിൽ നമ്മളിപ്പം നമുക്കറിയാമല്ലോ എന്തിനാണോ നമ്മൾ പിന്നെ ഫാബ്രിക് ഉപയോഗിക്കുന്നത്. ഗാർമെൻ്റ് ആണെങ്കിൽ ഗാർമെൻറ്റ് നമ്മളത് വാഷിങ് കറക്റ്റ് ചെയ്യണം, അല്ല ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതാണ് ഡ്രൈ ക്ലീനിങ് തന്നെ ചെയ്യണം. അല്ലാതെ വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫാബ്രിക് അറിയാമല്ലോ കേടാവും. സിൽക്ക് പോലെയുള്ള കോസ്റ്റ്ലി ഫാബ്രിക്കൊക്കെ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങാണ് ചെയ്യും, സാധാ വാഷിൽ ചെയ്യൂല. പിന്നെ അതുപോലെ ഇപ്പം വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റെയിൻ പറ്റി, അപ്പോൾ എന്ത് ചെയ്യും, അത് ഏത് ഫാബ്രിക്കാണോ അതിനനുസരിച്ച് ആ സ്റ്റെയിൻ റിമൂവൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യുക, ഡ്രൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ അയണിങ് ചെയ്യണം. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഫാബ്രിക് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ പറഞ്ഞ പോയിൻറ്റ്, വാഷിംഗ്, അയണിങ്, ഡ്രൈയിങ്, സ്റ്റോറിങ് എക്സെട്ര ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ കെയർ ലേബിളിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ. നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ഗാർമെൻ്റ് ആണെങ്കിൽ നമുക്കൊരു കെയർ ലേബിൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്തുണ്ടാവും വാഷ് ചെയ്യാൻ പറ്റാത്തതാണ്, ഡ്രൈ ക്ലീൻ ഓൺലി, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കെയർ ലേബിൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതിനനുസരിച്ച് വേണം നമ്മൾ വാഷിങ്ങും അയണിങ്ങും ഡ്രൈയിങ്ങും സ്റ്റോറിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത്, നമ്മളിപ്പം സാധാ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ഡേർട്ട് അഴുക്കൊക്കെ പോക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യണം. എന്നാലേ നമ്മൾ ഡേർട്ടൊക്കെ ക്ലീൻ ആവുള്ളൂ. പിന്നത്തതോ, വാഷിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ കൂട്ടിയിട്ട് വെക്കാൻ പറ്റുമോ? വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യണം, നന്നായിട്ട് ഉണക്കണം. ഇല്ലെങ്കിലോ അത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങാതെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ഫംഗസ് പോലെയൊക്കെ വന്ന് കേടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്യുക വാഷിങ് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റെയിൻ പറ്റി കഴിഞ്ഞെന്ന് വിചാരിക്കാം, അപ്പോൾ പ്രോപ്പർ മെത്തേഡിൽ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ ആ സ്റ്റെയിൻ അവിടെ തന്നെ ഇരിക്കും. പിന്നത്തെ വാഷിൽ അതൊന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അത് പോവാതിരിക്കും. അപ്പോൾ സ്റ്റെയിൻ പറ്റിയാൽ നല്ല ഫാബ്രിക്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ട മെത്തേഡുകൾ യൂസ് ചെയ്യണം. അടുത്തതോ, നമ്മൾ റെഗുലറായിട്ട് അയൺ ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ കോട്ടൺ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, സിന്തറ്റിക് ആകുമ്പോൾ നമുക്ക് അത്ര അയണിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോട്ടൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അയണിങ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫാബ്രിക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ മെൻഡിങ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ മെൻഡിങ് എന്ന് പറയാം, മെൻഡിങ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, പിന്നെ എക്സ്റ്റെൻഡ് ആയിട്ട് പിന്നെ അത് വലിയ വലിയ ഹോളായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെൻഡിങ് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗാർമെൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് നമ്മൾ എവിടെയെങ്കിലും വലിച്ചു കൂട്ടിയിട്ടാൽ റെഡി ആവില്ല. നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളെ വാർഡ്രോബ്, നമ്മൾ പഠിച്ച വാർഡ്രോബ് അല്ലേ, അപ്പോൾ വാർഡ്രോബിൽ കറക്റ്റായിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇന്ന ഐറ്റം വേറെ, പിന്നെ മറ്റേ ജീൻസ് ഐറ്റം വേറെ, നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഫാബ്രിക് കെയറിൽ വരുന്നത്. പിന്നെ വാഷ് കെയർ ലേബിൾസ്, നമ്മൾ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് കെയർ ലേബിൾസ് ഉണ്ടാകും. നമ്മളിത് ഓൾറെഡി ഞാൻ ഓഡിയോ ഇട്ടിരുന്നു കെയർ ലേബിളിൻ്റെ, അപ്പോൾ അതൊന്നും കൂടെ ഉള്ള ജസ്റ്റ് നോട്ട്സ് ആയിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. നോട്ട്സ് വേറെ തരും കേട്ടോ, അതല്ല ജസ്റ്റ് ഒരു വീഡിയോ ക്ലാസ്സും കൂടെ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ടെക്സ്റ്റൈൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് പിന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമ്പം അവിടെ ഒരു ടാഗ് ഉണ്ടാകും, കെയർ ലേബലിൻ്റെ ഒരു ടാഗ്. അതെന്താണ്, നമ്മൾ എങ്ങനെയാണ് ആ ഫാബ്രിക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് കൺട്രി, ഓരോ രാജ്യങ്ങളിലും വേറെ വേറെ ഡിഫറെൻറ്റ് കെയർ ലേബലിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ കെയർ ലേബിൾ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. നാഷണൽ റെഗുലേഷൻസ് അനുസരിച്ച് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിനും കെയർ ലേബിൾസൊക്കെ മാൻഡേറ്ററി ആണ്. പക്ഷേ ചിലത് നമ്മൾ പിന്നെ നമ്മുടെ ഒരു രാജ്യത്തിനനുസരിച്ച് അവർ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ ടെക്സ്റ്റൈൽ കെയർ ലേബലിംഗ് എന്ന് പറഞ്ഞൊരിതാണ്, ജിനെക്ടെക്സ് എന്നാണ് പറയാം, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൈഡ് ലൈൻസ്, സിമ്പിൾസൊക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾസ് നമ്മൾ 5 ടൈപ്പ് ബേസിക് സിമ്പിൾസാണ് ഉള്ളത്. ഒരെണ്ണം വാഷിങ്ങിനുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൽ പറയാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. പിന്നെ ബ്ലീച്ചിങ്ങിനുണ്ടാവും, ഡ്രൈയിങ്, അയണിങ്, ഡ്രൈ ക്ലീനിങ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിൾസ്, 5 എണ്ണം. വാഷിംഗ്, ബ്ലീച്ചിങ്, ഡ്രൈയിങ്, അയണിങ്, ഡ്രൈ ക്ലീനിങ്. അപ്പം നമ്മൾ കെയർ ലേബിൾസ് ഫെഡറൽ ട്രേഡ് കമ്മീഷനാണ് ഫസ്റ്റ് അപ്രൂവ് ചെയ്തത് 1996 കെയർ ലേബിൾ സിസ്റ്റം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ASTM, അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽ, ഇങ്ങനെ പറയുന്ന ഇതുണ്ടല്ലോ ഷോർട്ട് ഫോംസ്. ഇതിൻ്റെയൊക്കെ ഇത് എക്സ്പാൻഷൻ ചോദിക്കും കേട്ടോ എക്സാമിന്. ASTM എന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് നോട്ട് ചെയ്തൊരു ബുക്കിൽ എഴുതി വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ASTMൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് കെയർ ലേബിൾസ്. മെയിനായിട്ട് പറയുന്നത് വാഷിംഗ്, പിന്നെ ഉള്ളത് വാഷിംഗ് കഴിഞ്ഞാൽ എന്തായിരുന്നു, വാഷിംഗ് കഴിഞ്ഞിട്ട് അയണിങ് ആയിരുന്നോ? അല്ല, വാഷിംഗ് കഴിഞ്ഞിട്ട് ബ്ലീച്ചിങ്, സെക്കൻഡ് ബ്ലീച്ചിങ് വന്നു. പിന്നെ ഇതാണ് ഡ്രൈയിങ് കഴിഞ്ഞിട്ട് അയണിങ് അയൺ ബോക്സിൻ്റെ ഒരു പിക്ചർ. ഇത് ഡ്രൈ ക്ലീനിങ്. വാഷിംഗ്, ബ്ലീച്ചിങ്, ഡ്രൈയിങ്, അയണിങ്, ഡ്രൈ ക്ലീനിങ്. ഇതാണ് ബേസിക് സിമ്പിൾസ് ഉണ്ടാവുക. പിന്നെ ഇതിൽ ഈ ബക്കറ്റിൽ ചിലപ്പം വേറെ ഡിഗ്രി, എത്ര ഡിഗ്രി എന്നുള്ളത് അടുത്തതിൽ കാണിക്കാം. അതിലാണ് നമ്മൾ വാഷിങ്ങിൻ്റെ തന്നെ കുറേ സിമ്പിൾസ് വരുന്നത്. കണ്ടോ, ഇതിലിപ്പോൾ 95 ഡിഗ്രി. അപ്പം ആ 95 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ മാക്സിമം അത്രേ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ കണ്ടോ, ബക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കെയർ ലേബിളിൽ ഉണ്ടാവില്ല. ഇത് മാത്രമേ തരുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ തരും, ചിലത് ഇങ്ങനെ ആയിരിക്കും. ഹാൻഡ് വാഷ് ഓൺലി, കൈ കൊണ്ട് മാത്രം കഴുകാൻ പറ്റുന്ന, മെഷീനിൽ ഇടാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഈ സിമ്പിളേ ഉണ്ടാവുള്ളൂ. അതായത് ഹാൻഡ് വാഷിൽ തന്നെ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. 40 ഡിഗ്രി അത് നോക്കുക. പിന്നെ ഇങ്ങനെ ഉണ്ടാകും ക്രോസ് മാർക്ക് ഇട്ട്. അപ്പോൾ അത് വാഷ് ചെയ്യരുത്. ചില മെറ്റീരിയൽ ഉണ്ടാവും അത് വാഷ് ചെയ്യണ്ട, ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുണ്ടാവും. അപ്പം വാഷിങ്ങിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ക്രോസ് മാർക്ക്, ചെയ്യാൻ പാടില്ല. ബ്ലീച്ചിങ്ങിലാണെങ്കിലോ ഇതിൽ ക്ലോറിൻ ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ അധികം ക്ലോറിൻ ബേസ്ഡ് ആണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ക്ലോറിൻ ബേസ്ഡ് ഉപയോഗിക്കരുത്. ഇതിൽ കോൾഡ് CL എന്നുണ്ട്, കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് സൊല്യൂഷൻ മാത്രമേ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കാവൂ. പിന്നെ ഡ്രൈയിങ്ങിന് ഇതിലിപ്പോൾ ടെമ്പിൾ ഡ്രൈയിങ് പറയുന്നത്. ടെമ്പിൾ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയറിലിട്ടിട്ട് ഉണക്കാൻ പാടില്ല, മെഷീനിൽ തന്നെ ഇട്ടിട്ട് ഡ്രൈ ചെയ്യണം. കണ്ടോ, ഡ്രൈയിങ്ങിൻ്റെ ഓരോന്ന്. ഇത് ടെമ്പിൾ ഡ്രൈ ചെയ്യരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലെന്നാണ്. ഓക്കെ. പിന്നത്തേത് അയണിങ്ങിൻ്റെ അയൺ ബോക്സ് കണ്ടോ, അതിൽ ഒരു 3 കട്ടയുണ്ട്, പിന്നെ 2 എണ്ണം 1. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ കാണാം. ഓക്കെ, എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ആവാമെന്നുള്ളത്. പിന്നെ ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, അയൺ ചെയ്യരുത്. ചില മെറ്റീരിയൽ ഉണ്ട് നമ്മളത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ഒരു പിന്നെ ഇതാണ് ടെക്സ്ചറൊക്കെ കൊടുത്ത ചില ഫാബ്രിക് ഉണ്ട്, അത് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഫാബ്രിക് നമ്മൾ അയൺ ചെയ്യാൻ പാടില്ല. ഡ്രൈ ക്ലീനിങ് അറിയാലോ,
നമ്മൾ ചില മെറ്റീരിയൽ സിൽക്ക് പോലെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് കഴുകാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. ഇത് ഡ്രൈ ക്ലീൻ ചെയ്യരുത് ഉണ്ടോ, ഇതിലൊരെണ്ണം പി ഉണ്ട്, എ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക. ട്രൈക്ലോറോ അത് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡ്രൈ ക്ലീനിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ വാഷ് കെയർ അല്ലെങ്കിൽ കെയർ ലേബിൾസ്. നമ്മൾ ഫാബ്രിക് എങ്ങനെയാണ് വാഷ് ചെയ്യുമ്പോൾ ഓരോ ഫാബ്രിക്കും വാഷ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നില്ല. നോട്ട്സ് വേണമെങ്കിൽ തരാനുണ്ട്, നോട്ട്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കത് ആവശ്യമില്ല, വെറുതെ അത് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനത് തരാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ഷോർട്ട് ഫോംസ് ASTM അതൊക്കെ നമ്മൾ കറക്റ്റ് ഒരു ബുക്കിൽ ഒരു പേജിൽ എപ്പോഴും കാണുന്ന പോലെ എഴുതി വയ്ക്കുക. അതിൻ്റെ ഫുൾ ഫോമുകൾ എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ട്, എക്സാമിന് തന്നെ ഇതിൽ നിമി തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.